ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. നമുക്ക് ഇന്ന് ദേശോത്സവം കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. രണ്ടാമത്തെ ദിവസം ഇന്നത്തോടു കൂടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. 2 ദിവസമാണ്. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വൈകിട്ട് വേഗം നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചു വാരി തുടച്ച് വിളക്കൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. വരവുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഒരു 2, 3, 4, 5 വരവ് ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ആ സമയം കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഷാജേട്ടൻ പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ നേരത്തെ പോയാലാണ് അവിടെ സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3 കൊല്ലമായിട്ടും നമുക്കിങ്ങനെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ ക്ഷണപ്പെടാൻ തന്നെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് വൈകിയാൽ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോണത്. എന്തായാലും വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഫുഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാണ് ഞാൻ വൈകിട്ട് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ. എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി ഫുഡിലാണോ പ്രശ്നം പൊടിയിലാണോ പ്രശ്നം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് രണ്ടാണെങ്കിലും ഫുഡിലൊന്നും ഇതുവരെ എനിക്കൊരു പ്രശ്നം, ഇങ്ങനെ അലർജിയുടെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവാത്തതാണ്. പെട്ടെന്നാണ് ഓരോന്നൊക്കെ വരുന്നത് കേട്ടോ. ഈ പൊടിയുടെ ആണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ മുഖത്ത് ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഒന്നാമത് ചൂടുകുരു കൂടെ പൊന്തിയിട്ട് അത് അതിൻ്റെക്കാട്ടിലും കഥയാണ് കേട്ടോ. എനിക്ക് ചൂട് ഒരുമാതിരിപ്പെട്ട ചൂടൊന്നും കുഞ്ഞു ചൂടൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ. ഇതിപ്പോൾ എമ്മാതിരി ചൂടാന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുകുരു ഉണ്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ അലർജിയുടെ പ്രശ്നങ്ങളും ഒക്കെ കൂടെ ആയിട്ട് ഇങ്ങോട്ട് പ്രാന്തായിട്ട് നിൽക്കുന്ന സമയമാണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തുണി വെച്ച് ഇങ്ങനെ മാസ്ക് കെട്ടിയിട്ടാണ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇത് എപ്പോഴും എനിക്ക് ചെയ്താൽ മതി, പക്ഷേ കുഴപ്പമില്ലാത്ത ദിവസങ്ങളിൽ ഞാനിത് അങ്ങോട്ട് മറന്നു പോകും കേട്ടോ. അധികം ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ മൈൻഡിൽ ഇത് ഉണ്ടാവുമല്ലോ, അയ്യോ ഈ സംഭവം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എൻ്റെ ഒരു കുട്ടി എപ്പോഴും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ കെട്ടിയിട്ട് ചെയ്തോളൂ എന്നുള്ളത്. ഇപ്പോൾ അത് ആ ഒരു കേട്ടപ്പോൾ 2 ദിവസമൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് മറക്കും ഞാനിത് കേട്ടോ. പിന്നെ വേഗം ഇങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും അധികം എനിക്ക് പ്രശ്നമുണ്ട്. ഈ അലർജിയുടെ മരുന്ന് കുടിക്കുമ്പോൾ വല്ലാത്തൊരു ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ, ഒരുമാതിരി മപ്പാണേ. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഈ വിളക്ക് വെക്കാണ്ട് പോയി കഴിഞ്ഞ ഒരു സമാധാനക്കേടാട്ടോ. ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊന്നും വിളക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല. വൈകിട്ടാണ് പോകണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു 5 മണിക്കാണ് പോകേണ്ടതെങ്കിൽ ഒരു 5:30 ഞാൻ ഇറങ്ങിയാൽ നമുക്ക് വിളക്ക് അങ്ങോട്ട് വെച്ച് പോയാൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ 4 മണിക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു മാർഗ്ഗമില്ല, വിളക്ക് വെക്കാണ്ട് പോകേണ്ടി വരും. ഇപ്പോൾ പിന്നെ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അടിച്ച് വാരി തുടച്ച് കഴിഞ്ഞ് വിളക്ക് വെച്ച് കുളിച്ച് അങ്ങോട്ട് വേഗം പുറപ്പെട്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുർത്തി സെറ്റ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. എൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം 9-ാം തീയതിയാണ് വരുന്നത്. പക്ഷേ നേരത്തെ കാലത്തെ ഇത് കിട്ടിയോണ്ട് തന്നെ എനിക്കത് ഇടാൻ വേണ്ടിയിട്ട് വലിയ ഒരു പൊലിവാണ് കേട്ടോ. ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ഇടണം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അടിപൊളി കുർത്തിയാണ് കേട്ടോ. എന്ത് സൂപ്പറാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് വർക്കൊക്കെ അല്ലേ നെക്കിൻ്റെ അവിടെ, അതും കൈയിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഷാളൊക്കെ നമുക്ക് കണ്ടപ്പോൾ തോന്നും ലെങ്ത് ഒന്നും ഇല്ലയെന്ന്, പക്ഷേ അടിപൊളി ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മാറ്റി ഇറങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുർത്തയുടെ വിവരണത്തിൽ അത് മറന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോയും ഷോർട്സിനുള്ളതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. കണ്ണൻകുട്ടിയുടെ ഷർട്ട് ഇതന്നെയാണ് കേട്ടോ അവ ഇടുന്നത്. എന്താ വെച്ചാൽ അവൻ്റെ 2-3 ഷർട്ടൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അപ്പോൾ അത് ഇന്നെ കാണിക്കേണ്ട, ഇതിലും ബ്ലാക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്യാമറ എടുത്ത് തരുന്നത് കണ്ണൻകുട്ടി കേട്ടോ, ക്യാമറാമാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ കൂതറ കളിച്ചിട്ടൊക്കെയാണ് എടുക്കുക. നമ്മൾ നേരെ ചൊവ്വ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേക്കൊന്നുമില്ല, വികടത്തിൽ തിക്കാക്കിയിട്ട് അങ്ങോട്ട് തരും, എന്നിട്ട് നിന്ന് കിളിച്ചോണ്ടിരിക്കും. ഞങ്ങൾ കണ്ട കല്യാണത്തിന് പോലുണ്ടോ കേസ്? നല്ല രസമല്ലേ ഇവിടെ? മെല്ലെ പോയാൽ മതി, ഇഷ്ടം പോലെ മൈനകളുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ടോ പോകാൻ വേണ്ടിയിട്ട് ദേശോത്സവത്തിന്. അവിടുന്ന് പറയാൻ വേണ്ടി പറ്റിയില്ല, എന്നാലും ഇപ്പോൾ ഒന്നും കൂടെ പറയാച്ചു. കണ്ണൻകുട്ടി ഇതാണ്ടോ, ഇന്നലത്തെ സെയിം കോസ്റ്റ്യൂമാണ്, പാൻറ്റ് മാത്രമുണ്ട് മാറ്റം. ഷർട്ടൊക്കെ കമ്പനിക്കാർ കൊണ്ടുപോയി, കമ്പനിക്കാർ വിളിച്ചിട്ട് കിട്ടണില്ല. അതുകൊണ്ട് കുട്ടി അതന്നെ ഇട്ടിരിക്കുക, പാവം. പിന്നെ ഇപ്പം എന്താ, അപ്പം ഇനി നമ്മളിങ്ങനെ മെല്ലെ പോയോ കേട്ടോ. നല്ല വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്നും ഡെയിലി വന്നിരുന്നാലോ എന്ന് ഞാനത് ആലോചിക്കാനില്ല. കണ്ണൻ്റെ അഭിപ്രായം എന്താ? നല്ല അടിപൊളിയല്ലേ? കണ്ണ അപ്പുറത്താ കളിക്കണേ, വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കേട്ടോ, കണ്ണൻ കളിക്കണ ഗ്രൗണ്ടാണ് അത്. ഞാനും പൂജിട്ടി എപ്പോഴും പറയട്ടോ, വൈകിട്ട് അങ്ങനെ ഈ ഒരു പാടവരമ്പത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാവും, ഞങ്ങൾ വരാമെന്നൊക്കെ. അവന് വലിയ താല്പര്യമില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അപ്പുറത്ത് കളിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കണത് അവന് വലിയ താല്പര്യമില്ല. പിന്നെ അതൊരു ഒറ്റ മൈനേനെ കണ്ടിട്ട് നിന്ന് മുട്ടിത്തിരിയാണ് കേട്ടോ. അവിടെ 2 എങ്ങനെ നോക്കിയിട്ടും കാണുന്നില്ല. പിന്നെ അവനൊരു കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് നമ്മളൊരു 2 കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആടി പാടി വന്ന് നമ്മുടെ കുളമംഗലത്തുള്ള ചായക്കടയാണ് മിക്കതും നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാറ്. അവിടെ ചെന്നിട്ട് ഒരു ചായ കുടിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഉള്ളൂ. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 12:30 1 മണിയാവും കേട്ടോ നമുക്ക് പ്രോഗ്രാം കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇരുന്ന സ്ഥലത്ത് നമുക്ക് എണീക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ ചെക്കദാ ഇങ്ങനെ ഒരു ചിക്കൻ പൊക്കോട എന്ന് പറയും, ചിക്കൻ്റെ ഈ ഒരു എല്ല് ഭാഗമൊക്കെ ഇങ്ങനെ പൊരിച്ചെടുത്തേ 30 രൂപ കേട്ടോ ഒരു പ്ലേറ്റിന്. നല്ല ലാഭമൊക്കെയാണ്, പക്ഷെ അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ എല്ലല്ലേ അതിങ്ങനെ കടിച്ച് വലിച്ച് കഴിക്കണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. അവിടെ ഒരുപാട് സമയം പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വളാഞ്ചേരിക്ക് പോകുന്നുണ്ട്. വളാഞ്ചേരിയിൽ നിന്ന് നമുക്ക് ഇനി ബസ് കിട്ടണമല്ലോ. ബസ്സിൽ കയറിയിട്ടോ, ബസ്സാണെങ്കിൽ ഇന്നാ പിടിച്ചോന്ന് വെച്ചിട്ടാണ് പോണത്. എങ്ങനെ പോയാലും നമ്മൾ നേരത്തിന് അവിടെ എത്തില്ല, ആളൊക്കെ കൂടിയിട്ടുണ്ടാവും, നമുക്ക് ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടില്ല എന്നുള്ളൊരു അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. ഫ്രണ്ട് സീറ്റിൽ എനിക്ക് പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയിരുന്ന് കാണണം. എന്താ വെച്ചാൽ വരവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നീറ്റ് അവരൊക്കെ നിന്നിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോൾ കാണില്ല. അങ്ങനെ ഇതാ അവിടെ എത്തിയപ്പോൾ ഫ്രണ്ടിലൊക്കെ ആളായി, എന്നാലും അതിൻ്റെ തൊട്ട് ബാക്കിലൊക്കെ ആയിട്ട് കിട്ടിയ സ്ഥലത്ത് അങ്ങോട്ട് ഇരുന്നു. ഇത് കൈകൊട്ടിക്കളിയാണ് കേട്ടോ. നല്ല നല്ല കൈകൊട്ടിക്കളി, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഒരു ടീമിൻ്റെ ഒന്നല്ല, 2 3 4 എണ്ണമൊക്കെ ഞങ്ങൾ കണ്ടു തോന്നുന്നു. 4 5 എണ്ണം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഉള്ളതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ കളി കാണാൻ വേണ്ടിയിട്ട്. പാട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇതൊരു ട്രെൻഡാണല്ലോ. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ വരവ് കയറിക്കൊണ്ടിരിക്കുക. ഓരോ പേരിൽ ഓരോ വരവിൻ്റെ പേരൊന്നും എനിക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അറിയില്ല. പക്ഷേ സൂപ്പർ പ്രോഗ്രാമാണ് കേട്ടോ. ജാതി മത ഭേദമില്ലാണ്ട് അവർ നടത്തുന്ന ആ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് സീനായിരുന്നു. എൻ്റെ കുറേ സബ്സ്ക്രൈബറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നോട് വന്ന് പറയണൊക്കെ കുട്ടികളാണ് കേട്ടോ. എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട്. ചേച്ചി എങ്ങനെ യൂട്യൂബിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചെയ്യാത്തവർ എൻ്റെ പേരൊക്കെ അവരുടെ ഫോണിൽ അടിച്ചിട്ടിട്ട് നെറ്റില്ല സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് പോയിട്ടൊക്കെ ഉണ്ട്. എനിക്ക് എന്തോ ഒരു സന്തോഷമായി എന്നറിയോ. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്നിട്ട് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ വരവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആന ഒറിജിനൽ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ദഫ്മുട്ടാണ് കേട്ടോ. എനിക്ക് പണ്ടേ നല്ല ഇഷ്ടമാണ്. ഈ നബിദിനത്തിൻ്റെ സമയത്തൊക്കെ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് പോവാറുണ്ട്. പിന്നെ ഇഷ്ടമായത് ഈ ഒരു പന്തമിന്നലുണ്ടല്ലോ, തീ കത്തിച്ചിട്ട്, അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോന്നും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. നമ്മളെല്ലാം കണ്ടിട്ട് ലാസ്റ്റിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് കുറച്ചൊരു സമയത്തിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് പോന്നു. പിന്നെ ഇരുന്നിട്ടില്ലേ, കാല് വേദനയ്ക്കുക, ബാക്ക് പെയിനൊക്കെ കൂടെ അത്രയും നേരം നമ്മളവിടെ ഇരിക്കുകയല്ലേ. ആ ബാക്കിലിരിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ പേരൊക്കെ ചോദിച്ച് സബ് ചെയ്തവരാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വരവൊക്കെ കയറേണ്ട ഓരോരുത്തർ കോസ്റ്റ്യൂമൊക്കെ സൂപ്പറായിരുന്നു ആൺകുട്ടികളുടെ. ഈ ഒരു സമയം കണ്ടു കഴിഞ്ഞാൽ തോന്നും ദൈവമേ ഇനി ഒരു ജന്മം ഉണ്ടാവില്ല, പക്ഷേ ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊക്കെ പെൺകുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ നല്ല വൈബാണ്. ഞങ്ങളുടെ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടല്ലേ, നാണക്കേട് ചമ്മൽ, എന്ത് കരുതും എന്ത് പറയും എന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സൂപ്പർ പൊളി, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ. അങ്ങനെ ഇരുന്ന് നമ്മൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ച് വീട്ടിലേക്ക് പോരാന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇല്ലേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാറ്. ടാറ്റാ ബൈ, സീ യു.